പുഷ്പാഞ്ജലികൾ പല വിധത്തിലുണ്ട്. ഓരോ പുഷ്പാഞ്ജലിയെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ദേവപ്രീതിക്കും ഭക്തരുടെ ആയുരാരോഗ്യ വർധനവിനും വേണ്ടിയാണ് ക്ഷേത്ര തിരുനടകളിൽ പുഷ്പാഞ്ജലികൾ നടത്തി വരാറുള്ളത്. ഒരു അമ്പലത്തിൽ പോയാൽ പുഷ്പാഞ്ജലിയെങ്കിലും ചെയ്യാതെ വരുന്നവരായി ആരും തന്നെ ഉണ്ടാവില്ല. വിവിധ പുഷ്പാഞ്ജലികളും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും നോക്കാം. ആദ്യത്തേത്, പേരും നാളും പറഞ്ഞ് നമ്മൾ പുഷ്പാഞ്ജലി സമർപ്പിക്കാറുണ്ട്. അത് ആയുരാരോഗ്യ വർധനവിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും വർധനവിന് വേണ്ടിയിട്ടാണ് പുഷ്പാഞ്ജലി. അടുത്തത് രക്തപുഷ്പാഞ്ജലിയാണ്. ശത്രുദോഷ ശമനവും അഭീഷ്ടസിദ്ധിയും ഏതെങ്കിലും ആഗ്രഹ സാഫല്യത്തിനായും അതുപോലെ തന്നെ ശത്രുക്കളെ കൊണ്ടുള്ള ദോഷങ്ങളെല്ലാം ഇല്ലാതാവുന്നതിനും രക്തപുഷ്പാഞ്ജലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. തീർച്ചയായും ഫലം ലഭിക്കുന്നതാണ്. അടുത്തത് ദേഹപുഷ്പാഞ്ജലിയാണ്. പേര് പോലെ തന്നെ ശാരീരിക ക്ലേശ നിവാരണമാണ് ദേഹപുഷ്പാഞ്ജലിയുടെ ഫലം. രോഗങ്ങൾ കൊണ്ടും രോഗദുരിതങ്ങളൊക്കെ മാറിയിട്ട് ശാരീരിക ക്ലേശങ്ങളെല്ലാം മാറുന്നതിന് ദേഹപുഷ്പാഞ്ജലി സമർപ്പിക്കാം. സ്വയംവര പുഷ്പാഞ്ജലി മംഗല്യസിദ്ധി, പ്രണയ സാഫല്യം, ദാമ്പത്യ സൗഖ്യമൊക്കെയാണ് സ്വയംവര പുഷ്പാഞ്ജലിയുടെ ഫലം പറയുന്നത്. അടുത്തത് ശത്രുദോഷ പുഷ്പാഞ്ജലി. പേര് പോലെ തന്നെ ശത്രുദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കാൻ ശത്രുദോഷ പുഷ്പാഞ്ജലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അടുത്തത് സഹസ്രനാമ പുഷ്പാഞ്ജലി. ഐശ്വര്യമാണ്, സർവ്വ ഐശ്വര്യമാണ് ഫലം. കുടുംബത്തിൽ സർവ്വ ഐശ്വര്യം ഉണ്ടാകാൻ സഹസ്രനാമ പുഷ്പാഞ്ജലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അടുത്തത് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയാണ്. ഭാഗ്യലബ്ധി, സമ്പൽ സമൃദ്ധിയാണ് ഫലം. എല്ലാ മാസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഭാഗ്യലബ്ധിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ്. അടുത്തത് ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി. കുടുംബത്തിൽ എപ്പോഴും കലഹമാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും എപ്പോഴും കലഹമാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഏത് നിമിഷവും കലഹമാണെങ്കിൽ കലഹനിവൃത്തി, അതുപോലെ മത്സരം ഒഴിവാക്കുന്നതൊക്കെയാണ് ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലിയുടെ ഫലം പറയുന്നത്. ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ പേരിൽ അല്ലെങ്കിൽ രണ്ടുപേരുടെ പേരിലും ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് കലഹങ്ങളെല്ലാം മാറുന്നതിന് ഉത്തമമായിട്ടുള്ള ഒരു വഴിപാടാണ്. അടുത്തത് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി. മോക്ഷം, ഇഷ്ടസന്താന ലാഭമാണ് പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയുടെ ഫലം. അടുത്തത് ആയുർ സൂക്ത പുഷ്പാഞ്ജലി. ദീർഘായുസിന് വേണ്ടിയിട്ടാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ദീർഘായുസിന് വേണ്ടി ആയുർ സൂക്ത പുഷ്പാഞ്ജലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അടുത്തത് സ്ത്രീ സൂക്ത പുഷ്പാഞ്ജലി. സ്ത്രീത്വം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്, ഐശ്വര്യം വർദ്ധിക്കുന്നതിനും സമ്പൽ സമൃദ്ധിക്കായിട്ടും ചെയ്യാവുന്നതാണ്. അടുത്ത സ്ത്രീ രുദ്രസൂക്ത പുഷ്പാഞ്ജലി. ദുരിതനാശം, സർവാഭിഷ്ട സിദ്ധിയാണ് സ്ത്രീ രുദ്രസൂക്ത പുഷ്പാഞ്ജലിയുടെ ഫലം. അടുത്തത് പതിക്രതു സൂക്ത പുഷ്പാഞ്ജലി. നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മുടെ മക്കളോ ആരെങ്കിലും ചീത്തയായ ദിശയിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നതെങ്കിൽ നല്ല ബുദ്ധി തോന്നുന്നതിനും നേർവഴിക്ക് നടത്തുന്നതിനും പതിക്രതു സൂക്ത പുഷ്പാഞ്ജലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സരസ്വത പുഷ്പാഞ്ജലി. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ മാസവും സമർപ്പിക്കാവുന്ന പുഷ്പാഞ്ജലിയാണ്. വിദ്യാലാഭം, മൂഢതാ നിവാരണമാണ് സരസ്വത പുഷ്പാഞ്ജലിയുടെ ഫലം. ദുരിതഹാര മാന്ത്ര പുഷ്പാഞ്ജലി. മുൻജന്മ പാപ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ദുരിതഹാര മാന്ത്ര പുഷ്പാഞ്ജലി. ത്രയംബക പുഷ്പാഞ്ജലി. അഭീഷ്ടസിദ്ധിയും യശസ്സുമാണ്. യശസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അഭീഷ്ടസിദ്ധി, ഏതെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് സഫലമാകുന്നതിനും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വസ്തി സൂക്ത പുഷ്പാഞ്ജലി. മംഗളലബ്ധി, നല്ലത് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വസ്തി സൂക്ത പുഷ്പാഞ്ജലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പാശുപത പുഷ്പാഞ്ജലി നടത്തിയാൽ നമ്മുടെ വീട്ടിലുള്ള നാൽക്കാലികളുടെ രോഗശമനത്തിന് വേണ്ടിയിട്ട് പാശുപത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. നാൽക്കാലികൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ തുടർച്ചയായി വരികയാണ്, അതെല്ലാം മാറിക്കിട്ടുന്നതിന് സഹായിക്കുന്നതാണ്. അടുത്തത് ആരോഗ്യ സൂക്ത പുഷ്പാഞ്ജലി. പേര് പോലെ തന്നെ ശാരീരിക ഫലം വർദ്ധിക്കുന്നതിന് ആരോഗ്യ സൂക്ത പുഷ്പാഞ്ജലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അടുത്തത് ബില്വപത്ര പുഷ്പാഞ്ജലി. ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പാഞ്ജലിയാണ്. കൂവിളത്തില കൊണ്ടുള്ള പുഷ്പാഞ്ജലിയാണിത്. ശിവസായൂജ്യമാണ് ഫലം. ഇഷ്ടകാര്യസിദ്ധി, ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നതിനെല്ലാം ബില്വപത്ര പുഷ്പാഞ്ജലി ഉത്തമമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതാനും ചില പുഷ്പാഞ്ജലിയും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഈ പുഷ്പാഞ്ജലിയുടെ പേരുകളൊക്കെ തന്നെ ഓരോ സ്ഥലങ്ങളനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ആത്മീയമായിട്ടുള്ള ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.